ജീവിതം എപ്പോഴും നമ്മൾ ഒരു ലാഭനഷ്ട കണക്ക് പോലെയാണ് കണക്ക് കൂട്ടുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമാണ്. നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയുടെ ഒരു നിയമം എന്താണെന്നാൽ നമുക്കുണ്ടായ ഒരു നഷ്ടത്തിൻ്റെ ഈക്വലായിട്ട് അതിന് തുല്യമായ അളവിൽ നമുക്ക് ലാഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രകൃതി നിയമം തന്നെ ഒരു പ്രവൃത്തിക്ക് അതിൻ്റെ തുല്യ അളവിൽ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടമുണ്ടായോ അതേ തുല്യ അളവിൽ നിങ്ങൾക്ക് ലാഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഈ നഷ്ടക്കണക്കിൽ മാത്രം നോക്കി കാണുന്നത് കൊണ്ട് നമുക്കുണ്ടായ ലാഭങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. നമുക്ക് ഈ നഷ്ടങ്ങൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക, ഒപ്പം നമുക്കുണ്ടായ ലാഭങ്ങളെക്കുറിച്ച് കൂടി ഈ ജീവിതത്തിൽ ചിന്തിക്കുക. ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമിയെ ആസ്വദിക്കാൻ, ഈ പ്രകൃതിയെ ആസ്വദിക്കാൻ എല്ലാം നമുക്ക് കഴിയുന്നില്ലേ? ആ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം. പിന്നെ ഈ ലാഭം നഷ്ടം എന്നുള്ളതൊരു ധനപരമായ അളവിൽ മാത്രം കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ വരുന്നത്. ധനത്തിന് ഉപരിയായിട്ട് നമുക്കിവിടെ സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, ലാളനയുണ്ട്, വാത്സല്യമുണ്ട്, ആസ്വാദനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഭൂമി നമുക്ക് അളവറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കാണാതെ നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുക, നമുക്ക് നഷ്ടങ്ങൾ മാത്രമല്ല ഒരുപാട് ലാഭങ്ങളും ഉണ്ടായിട്ടുണ്ട്.